BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് അട്ടിമറിച്ചു. ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള അധ്യാപകരെയും കോളേജ് മാനേജ്മെന്റിനെയും രക്ഷിക്കാൻ വേണ്ടി ഗുജറാത്തിലെ ലോൺ ആപ്പിലെ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേരള പോലീസ്. നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നിരിക്കെ നമ്മുടെ നമ്പർ 1 പോലീസ് നമ്പർ 1 അട്ടിമറിയാണ് കണ്ണൂരിൽ നടത്തിയിരിക്കുന്നത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുയർന്നുവരുന്ന പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളെയും നേരിടാൻ സംസ്ഥാന പോലീസ് സംവിധാനം കുറുക്കുവഴിയുമായി രംഗത്ത്. കോളേജ് അധ്യാപകരുടെ വിവിധങ്ങളായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോഴും അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ പഠിക്കുന്നത്. ജാതി മത വർണ്ണങ്ങൾക്കുമപ്പുറം എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും ഒരേപോലെ മാനസികമായി പീഡിപ്പിക്കുന്ന നിരവധി അധ്യാപക അനധ്യാപക ജീവനക്കാർ നിലപാടുകൾ ഡോക്ടർ റാമിനെ പോലെ തന്നെയാണ്. ഇതിൽ മനം നൊന്താണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇതൊരു ആസൂത്രിത കൊലപാതകം തന്നെയാണ്. ലോൺ ആപ്പ് എന്നത് കേരള പോലീസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു മാർഗമായി കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായി കേരള സൈബർ സംഘം നോയിഡയിൽ നിന്നും 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശികളായ ഋഷികേശ് തിവാരി, പ്രശാന്ത് കേവാഡ്, ഹരിയാന സ്വദേശി പ്രകാശ് ജെയിൻ എന്നിവരെയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ ഇപ്പോൾ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതേസമയം നിതിന്റെ മരണവുമായി ലോൺ ആപ്പിന് ഒരു ബന്ധവുമില്ലെന്നും ഡോക്ടർ റാം ഉൾപ്പെടെ ഉള്ളവരെ സംരക്ഷിക്കാൻ കേസ് അട്ടിമറിക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നതെന്നും നിതിന്റെ മാതാപിതാക്കൾ വ്യക്തമാക്കി.